ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറയ്ക്കാണ്. ഇന്നത്തെ പെട്രോളിൻ്റെ വില 105 രൂപയാണ്. ഫുൾ ടാങ്ക് പെട്രോൾ മേടിച്ച് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇലവീഴ പൂഞ്ചിറയ്ക്ക് യാത്രയായി. കോട്ടയം ജില്ലയിലെ അതിമനോഹരമായൊരു പ്ലേസാണ് ഇലവീഴ പൂഞ്ചിറ. നേരത്തെ ഈ വഴി എന്ന് പറയുന്നത് അതിദുർഘടം പിടിച്ച വഴിയായിരുന്നു. എന്നാൽ അതെല്ലാം മാറി ഇപ്പോൾ മനോഹരമായ റോഡുകളാണ് ഇവിടെയെല്ലാം. കൂടാതെ റോഡിന് ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒട്ടും മടുപ്പ് തോന്നാത്ത യാത്രയായിരിക്കും. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് നമുക്ക് ഈ വഴിയുള്ള യാത്ര അതിമനോഹരമെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ആദ്യം പോയത് ഇലവീഴ പൂഞ്ചിറ തടാകത്തിലേക്കായിരുന്നു. തടാകത്തിലേക്കുള്ള വഴി അത്യാവശ്യം കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഓഫ് റോഡ് ചെയ്യാൻ വണ്ടി മുഖ്യമല്ല, മനസ്സാണ് മുഖ്യമെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ്റെ പുറകിൽ കുറച്ച് ഭയത്തോടെയാണ് ഞാൻ ഇരുന്നത്. തടാകമെന്ന് തോന്നിക്കുന്ന രീതിയിൽ വഴിയിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്നു. വണ്ടി സൈഡാക്കി ഞങ്ങൾ അപ്പുറത്തേക്ക് നടന്നു. അത്യാവശ്യം വലിപ്പമുള്ള തടാകമായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടത്. തിരിച്ചു പോകുമ്പോൾ സാഹസികത ഇച്ചിരി കൂടുതലായത് കാരണം ഞാൻ സ്കൂട്ടറിൽ കയറിയില്ല, നടന്നാണ് മുകളിലേക്ക് കയറിയത്. നടക്കുവാൻ മടിയുള്ളവർക്ക് വേണ്ടി ഇവിടെ ഓഫ് റോഡ് ജീപ്പുകളും ഇവിടെ ലഭ്യമാണ്. 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ഞാനിവിടെ കാണുന്നത്. റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് വ്യൂ പോയിന്റിലേക്ക്. കോട്ടയത്തു നിന്ന് വരുമ്പോൾ മേലുകാവ് വന്ന് അവിടുന്ന് കാഞ്ഞാറ് വന്ന് കാഞ്ഞാറിൽ നിന്നാണ് ഇലവീഴ പൂഞ്ചിറ വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. അടുത്തു തന്നെ കോടത്തൂർമല, തോന്നിപ്പാറയും മൻകുന്ന റോക്കിൽസും സ്ഥിതി ചെയ്യുന്നു. ഇതിനടുത്തായാണ് ഇല്ലിക്കക്കൽ എന്ന വിനോദസഞ്ചാര കേന്ദ്രവും ഉള്ളത്. ഇലവീഴ പൂഞ്ചിറയെപ്പറ്റി നിരവധി കഥകളാണ് നാട്ടുകാർ പറയുന്നത്. അതിലേറ്റവും പ്രസിദ്ധമായത് പാണ്ഡവരെ പറ്റിയുള്ളതാണ്. പാണ്ഡവരുടെ വനവാസകാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്നു എന്നും പാണ്ഡവരുടെ പത്നി ഇവിടെ ഉണ്ടായിരുന്ന തടാകത്തിൽ കുളിക്കാൻ വരുമായിരുന്നു എന്നും അവരുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ദേവർമാർ ഒളിച്ചിരുന്ന് അവരുടെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ടായിരുന്നു. അതറിഞ്ഞ അർജുനൻ്റെ അച്ഛൻ ഇന്ദ്രദേവൻ തടാകത്തിന് ചുറ്റും ചെടികളോ മരങ്ങളോ ഇല്ലാതെ പൂക്കൾ കൊണ്ടൊരു മതിൽ തീർത്തു. അങ്ങനെ ദേവന്മാർ പറ്റിക്കപ്പെട്ടു എന്നതാണ് ഐതിഹ്യം. അങ്ങനെ ഇവിടെ ചെടിയും മരങ്ങളും ഒന്നും ഇല്ലാത്തതിനാൽ ഇലയൊന്നും വീഴാത്തത് കൊണ്ടാണ് ഇവിടെ ഇലവീഴ പൂഞ്ചിറ എന്നറിയപ്പെടുന്നതെന്ന് പറയുന്നു. ഇതുപോലുള്ള രസകരമായ കഥകൾ നിരവധിയുണ്ട് ഇലവീഴ പൂഞ്ചിറയെപ്പറ്റി. റോഡിൽ നിന്ന് 500 കിലോമീറ്ററോളം ഉണ്ട് വ്യൂ പോയിന്റിലേക്ക്. ഇതുപോലുള്ള ജീപ്പുകൾ ഇവിടെ നിരവധിയുണ്ട്. ജീപ്പിൽ നമുക്ക് വ്യൂ പോയിന്റ് വരെ പോകാൻ കഴിയില്ല. 400 മീറ്റർ മാത്രമാണ് ജീപ്പ് പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് വേണം പോകാൻ. ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റ് തടാകവും കൂടാതെ മുനിയുകയും ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1000 തന്നെയാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത്. 5-6 പേരുണ്ടെങ്കിൽ 1000 ചെറിയൊരു എമൗണ്ടേ എല്ലാവർക്കും ആവുന്നുള്ളൂ. എനിക്കിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് കാഞ്ഞാർ ടൗണാണ്. മലയുടെ മുകളിൽ കൂടുതലായും നമുക്ക് കാണാൻ കഴിയുന്നത് കുതിരപ്പുല്ലും ഇഞ്ചിപ്പുല്ലുമൊക്കെയാണ്. ഇത് കൂടുതലും പുൽക്കൂടുണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കാറ്. എന്നാൽ ഈ പുല്ലെല്ലാം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വേനൽ സമയത്ത് കാട്ടുതീ ഉണ്ടാകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ സ്ഥലത്തെപ്പറ്റി ആളുകൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. ഇവിടുന്ന് നോക്കിയാൽ തൊടുപുഴ ടൗണും ആലപ്പുഴ ലൈറ്റ് ഹൗസും ഒക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് നോക്കിയാൽ കാഞ്ഞാർ ടൗണിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയും. മേളിലെത്തുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് സിനിമ ഷൂട്ട് ചെയ്ത കണ്ടെയ്നർ. എന്നാൽ ഇതൊരിക്കലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച ഒന്നാണ് ഈ ബിൽഡിങ്. അധികം നാൾ യൂസ് ചെയ്യാതെ ഇവിടം അവരുപേക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതൊരു സ്മാരകം പോലെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വരവേറ്റ് നിൽക്കുന്നു. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ മെയിൻ വയർലെസ് സ്റ്റേഷനാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടം ഒരു ഇടിമിന്നൽ രക്ഷാജാലകമായി ജോലി ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഇടിമിന്നൽ സമയത്ത് ഇവിടെ നിൽക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ്. മഴ സമയത്ത് ഇവിടെയുള്ള മണ്ണെല്ലാം ഒലിച്ചു പോകുന്നത് കൊണ്ട് തന്നെ പിന്നീട് കല്ലും മണ്ണും എല്ലാം നിരത്തി വഴി ലെവലാക്കുകയാണ്. ഹോം സ്റ്റേ പോലുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്. 500 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടെൻറ്റും റൂമും എല്ലാം ഇപ്പോൾ ഇവിടെ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒരു വിസ്മയം തീർത്ത ഇലവീഴ പൂഞ്ചിറയ്ക്ക് ബൈ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചിറങ്ങിയപ്പോൾ അത്യാവശ്യം വഴിയിലെല്ലാം നല്ലപോലെ മൂടൽമഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് ഇറങ്ങിയ ഒരു 1/2 കിലോമീറ്റർ പിന്നിട്ടപ്പോഴത്തേക്കും ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന വീട്ടിലൂടെ കണ്ടു. അവിടുന്ന് ഇനി ഫുഡും കഴിച്ച് നേരെ ഇനി കോട്ടയത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.